നമ്മൾ കഴിഞ്ഞ തവണ സൈമൺ ചേട്ടൻ്റെ അല്ലി ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴേ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സമയത്ത് മേശപ്പുറത്തിരുന്ന വിഭവത്തിൽ തോരണ്ണായിരുന്നു. ഞാൻ ക്യാരറ്റാന്ന് വിചാരിച്ചു, അതിൻ്റെ കളറ് കണ്ടിട്ട് ഇങ്ങനെ പൊടിപൊടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ അപ്പോഴാണ് അല്ലി ചേച്ചി പറഞ്ഞത് കോളിഫ്ലവർ ആണെന്ന്. അതിൽ കഴിച്ചപ്പോഴത്തെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റവും നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റിൽ കോളിഫ്ലവർ കഴിച്ചപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി സരിത അല്ലി ചേച്ചിയോട് ചോദിച്ചിട്ടെന്ന്. അപ്പോൾ ഞാനത് ചോദിച്ചില്ല പറഞ്ഞില്ല, പക്ഷേ അല്ലി ചേച്ചി ആ കമൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുമ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇപ്പോൾ 2 ഐറ്റംസ് ചെയ്യുന്നുണ്ട്, കാരണം ഇതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്, ഈ കോളിഫ്ലവറിൻ്റെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ അതേപോലെ തന്നെ സിമ്പിളായിട്ട് മാങ്ങ വെച്ചിട്ടൊരു പച്ചടി. അങ്ങനെ 2-5 മിനിറ്റിനുള്ളിൽ 2 ഈസി സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ. കോളിഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു പാത്രം, ഇതിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കുക എന്നുള്ളതാണ്. കോളിഫ്ലവർ ഇതേ കുറച്ച് നേരം ഉപ്പും മഞ്ഞളും ചൊറുക്കയും ഒഴിച്ചിട്ട് വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിരുന്നതാണ്. എപ്പോൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക, കൂടുതലായാലും കുറവാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നില്ല. അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് അങ്ങനെ ഇട്ട് വെച്ചിട്ട് അവിടെ നിന്ന് പൂറ്റിയെടുത്ത് വെച്ചതാണത്. മഞ്ഞളാണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്തിരി മുന്നേ തന്നെ വേണം ഇതിൽ, എന്നാലും ആ കോളിഫ്ലവറിലേക്ക് നമ്മൾ തിളക്കണോടുകൂടി അതിലൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. പിന്നീട് നമുക്ക് ഉപ്പേരി ഒന്ന് ഒരു തിള വരണ്ടുള്ളൂ. പിന്നെ അത് കൂടുതലായാൽ പിന്നെ അത് ഇപ്പൊ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ മിക്സിയിലാണ് ഇതിങ്ങനെ അരിഞ്ഞെടുക്കേണ്ടവർക്ക് അരിഞ്ഞെടുക്കാം, അല്ലാത്തവർക്ക് മിക്സിയിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുമ്പോൾ ബ്ലേഡ് ഇട്ടിട്ട് അരിഞ്ഞിട്ടാണ് എടുക്കണം. ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് തിളപ്പിച്ചതിന് ശേഷം ഇതിന്ന് ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ അരിയുക, അല്ലാണ്ട് അരിഞ്ഞിട്ടല്ല ഇത് നമ്മൾ ചെയ്യുക കേട്ടാ. അപ്പോൾ ആദ്യം തന്നെ അത് തിളപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഡ്രസ്സ് കണ്ട ഇവിടുത്തെ ചേച്ചിമാർ ചോദിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇട്ടതാണോ എന്ന്. ഞങ്ങൾ 2 പേരും ഡ്രസ്സ് മാറി ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറി വരുമ്പോൾ ഞങ്ങൾ തന്നെ ഒരേപോലത്തെ പച്ച. അതെ, ഇങ്ങനെ വെള്ളത്തിന്റെ കളർ തുടങ്ങി. ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ചെറിയ കഷ്ണമായ അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെയാവും പിന്നെ അടിക്കുന്നത്. മിക്സിയിലായാലും മറ്റേ ഓണിയൻ കട്ടറിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വലിയ കഷ്ണങ്ങളല്ലെങ്കിൽ അല്ലാണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ അരഞ്ഞു ചേരും, അങ്ങനെ അരഞ്ഞ പോലെ ആവരുത്, പൊടിയായിട്ട് കിട്ടണം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇരുന്ന് അരിയണവർക്ക് അങ്ങനെ അരിയാം. മിക്സിയിലാണെങ്കിലും ചെയ്തിട്ട് നുറുക്കിയെടുക്കണം. പിന്നെ അപ്പൊ അതിൽ അടിയാത്തതുണ്ടെങ്കിൽ ഒന്നിങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ ട്രിപ്പിൾ ഇടലുമ്പോൾ അങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പൊ അത് ഭംഗിയിൽ വരും മിക്സിയിൽ ചെയ്യുമ്പോൾ. കുറെ നേരം ഇട്ട് തിളപ്പിക്കും വേണ്ട, അത് കുറച്ചൊരു ചെറിയ എങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് ഞെങ്ങിയാൽ അത് കോരിയെടുക്കാം. അതാണ് അതിൻ്റെ ഒരു പാകം. കുറെ സമയം അടുപ്പത്ത് കിടക്കണ്ട. ഇല്ല അല്ലേ, അപ്പോൾ അരയ്ക്കാനും അതുപോലെ ചതയ്ക്കാനും പാടാണ്. അല്ല ചതയ്ക്കാന്ന് വെച്ചാൽ മിക്സിയിൽ ഇങ്ങനെ കറക്കാനും പാടാണ്. ഇങ്ങനെ വേവ് കൂടിയാലും പ്രശ്നമാണ്. കറക്റ്റ് ഒരു വേവിലെടുക്കണം. സാധനങ്ങളും ആവശ്യമില്ല. സാധനങ്ങളുണ്ട്, ഇപ്പോൾ തേങ്ങയുണ്ട്. ഇതില് പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഞാൻ പരിപ്പാണ് ഇടുക, പരിപ്പ് അല്ലെങ്കിൽ ഗ്രീൻ പീസ്. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ കൊത്തമര ഇട്ട് നോക്കി, അപ്പം അതൊന്നും കുഴപ്പമില്ല. കടലപ്പരിപ്പ് വേവിച്ചിട്ട് വച്ചേക്കുന്നതാണത്, അത് ചേർക്കും. അപ്പോൾ ഒന്ന് കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ ചെയ്യുമ്പോൾ മുട്ടയാണ് ചേർക്കുക. വീട്ടിലേക്ക് ചെയ്യുമ്പോൾ മുട്ട പുറത്തേക്ക് പലരും മുട്ട ഉപയോഗിക്കാത്തവരുണ്ടാവും. അപ്പം നമ്മൾ മുട്ട പുറത്തേക്ക് കൊടുക്കണേൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ഇട്ട് കൊടുക്കും. അതല്ലാത്തവർക്ക് ഈ പരിപ്പോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ എന്താണോ എന്തെങ്കിലും ഒരു സാധനം വേണം, എന്നാലും അതിനൊരു വെറുതെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കടിക്കാൻ ഞങ്ങൾ കഴിക്കുമ്പോ ഈ മുട്ടയായിരുന്നു. അത് പുറത്തേക്ക് ഉണ്ടാക്കിയതല്ല, നമുക്ക് ഉണ്ടാക്കിയതായിരുന്നു. അറിഞ്ഞില്ല മുട്ട. ഇവിടെ എനിക്കൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സദ്യക്ക് സാധാരണ ഒരു തോരൻ ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും ക്യാബേജ് തോരൻ ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ ക്യാബേജ് തോരൻ പരമാവധി ഉണ്ടാവില്ല. അത്രതിന് പകരം പച്ചപ്പയറില്ലേ, ആ പയറിൻ്റെ തോരനായിരിക്കും. കോളിഫ്ലവറിൻ്റെ ഈ പറഞ്ഞ തോരൻ കൊടുത്തു തുടങ്ങിയപ്പോൾ ഇപ്പം എല്ലാവർക്കും അത് മതി. അല്ല, അത് എപ്പോഴും കിട്ടാത്തൊരു കഴിക്കാത്തൊരു സാധനം ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം അല്ലാത്തത് കൊണ്ടായിരിക്കാം. ഞങ്ങൾക്ക് പണി എളുപ്പം ഇതാ, പയറിരുന്ന് നുറുക്കി ഉണ്ടാക്കണം. ഇത് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആക്കിയാൽ മതി. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് പണി എളുപ്പം. ഇതാണ് പയറിരുന്നിട്ട്. പയറെല്ലാം ഇപ്പോഴും നമ്മൾ വീട്ടിലായാലും ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ. അപ്പൊ ഇതിനൊരു വെറൈറ്റി ആണ് ആളുകൾ ഇതാവും. ഇപ്പൊ
പിന്നെ ഇത് ഓഫാക്കാം. ഈ ഒരു വേവ് മതി. ഒന്നിങ്ങനെ പിടിച്ച് ഒന്ന് തിളച്ചു തിളച്ച് ഒന്നിങ്ങനെ ഒരു ഞങ്ങല്ല അത്രേ ആവശ്യമുള്ളൂ ഇതിന്. വലിയ വേവിന്റെ ഒരു ആവശ്യം തിളച്ചാൽ മതി കേട്ടാ. വേവരുത്. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ അരയ്ക്കുമ്പോ അല്ല നുറുക്കുമ്പോ അരഞ്ഞു പോവും. തീ ഓഫ് ചെയ്തു. അത് കോരിയെടുത്തു. അപ്പൊ ഈ സാധനം നമുക്കേ ഒനിയൻ കട്ടറിൽ പോയിട്ട് അരിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ മിക്സിയിൽ എങ്ങനെയാണ് അരിയണേന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് കട്ട് ചെയ്യാനായിട്ടുള്ള മെഷീൻ ഇരിക്കുന്നത് നമ്മുടെ ഈ ഇതിന്റെ ഉള്ളിലാണേ, ഇവിടത്തെ കിച്ചണിന്റെ ഉള്ളിലാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാട്ടാ. ഇതാണ് ആ പറഞ്ഞ മെഷീൻ. ഈ മെഷീൻ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിലാണ് ഇവിടെ അരിയ. അപ്പൊ ഇതില് കുറച്ചെണ്ണ അരിയെന്ന് കാണിക്കണു, കുറച്ച് നമുക്ക് മിക്സിയിൽ കാണിച്ചു തരാട്ടാ. മിക്സിയിലല്ലേ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേ കണ്ടമാനിടണം, അപ്പോഴാണ് ഇതിൽ നിന്ന് ഇങ്ങനെ കുറെ വീണതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് മിക്സിയിൽ ഇതേ പൊടിക്കുന്നു കാണിക്കണു കേട്ടാ. രണ്ടടി അടിച്ച് തുറന്ന് നോക്കാതെ കണ്ടാ, ഈ രണ്ടു വട്ടം അങ്ങനെ ആക്കിയാൽ മതി. കണ്ടാ, ഇതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും. വേവ് കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. വേവ് കൂടി ഇതുപോലെ കിട്ടില്ല കേട്ടാ, അരഞ്ഞു പോകും. പിന്നെ നമുക്ക് തുടങ്ങാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു, ചെണ്ണ ഒഴിക്കാണ്. പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ചതക്കുള്ളൂ. ഇതിപ്പോ ഇവര് ഒരുമിച്ച് ചതച്ചൊന്നും മാത്രം അപ്പൊ ചതക്കുക. സാധാരണ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചിട്ട് ഉണക്കമുളക് വേറെ ചതക്കുക. ഇതിപ്പോ ഇത്തിരിയല്ലേ ഉള്ളു. അപ്പൊ അവര് മൂന്നും കൂടി ചതച്ചു. നമ്മുടെ ചേച്ചിമാര് മൂന്നും കൂടി ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടാ. അതിലേക്ക് കറിവേപ്പില ഇടുന്നു. കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇല്ലാത്ത പരിപാടിയില്ല. പിന്നെ ഇത് എരിവിന് സാധാ മുളക് പൊടി. ഞാൻ വിചാരിച്ചു മറ്റേ മുളക് ചതച്ച് വെച്ചതില്ല, അത് മതിയാവും. അതുകൊണ്ടാവില്ല, ആവില്ല. കുറച്ച് നാളികേരം. നാളികേരം ചെറിയത് തോരനാണല്ലോ. നാളികേരം ചെറിയത് മിക്സിയിൽ പൊടിക്കുമോ ഒന്ന്? ഇല്ല, അത് മറ്റേ കാരണാണല്ലേ. എനിക്ക് ആവശ്യമുള്ള ബാക്കിയുള്ളത് നോക്കിയിട്ട് ഇനി ഇടാം. കോളിഫ്ലവറിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? പിന്നെ നോക്കിയിട്ട് ഉപ്പിടാം. ഇച്ചിരി ഉപ്പ് മുന്നിട്ടാലാണ് അത് മേൽക്കൊന്ന് പിടിക്കുള്ളൂ. മുളകൊന്ന് മൂക്കണം, അത്രേ ഉള്ളൂ കേട്ടാ. ബാക്കി വേറെ എന്തെങ്കിലുമൊന്നും ആവാനില്ലല്ലോ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇടുന്നു. കടലപ്പരിപ്പ് ഉപ്പിട്ട് വേവിച്ചതാണ്, അതാണ് ഇന്ന് ചേർക്കുന്നത് ഇതിന്റെ കൂടെ. ഗ്രീൻ പീസോ എന്താ വേണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. വേവിച്ചത് അല്ലേ? മുട്ട വേണമെങ്കിൽ വീട്ടിലൊക്കെ ഇഷ്ടമുള്ള മുട്ട ചേർക്കാം. മുട്ട പൊരിച്ചിട്ട് ചേർക്കാം. ഈ സമയത്ത് തന്നെയാണ് ചേർക്കുന്നത്. കോളിഫ്ലവർ തോരനായി. ഇതാണ് ഈ പറഞ്ഞ കോളിഫ്ലവർ തോരൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോളിഫ്ലവർ കഴിക്കണത്? ഭയങ്കര വ്യത്യാസമുള്ള സാധനം, വെറൈറ്റി ടേസ്റ്റും. അതെ, നമ്മൾ കോളിഫ്ലവർ സാധാരണ കഴിക്കണ ഒരു കോളിഫ്ലവർ സാധാരണ വെക്കണത് വേറൊരു ടൈപ്പല്ല. നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ടേസ്റ്റേ അല്ല. അടിപൊളി, കഴിഞ്ഞു പരിപാടി. കണ്ട, സിമ്പിളല്ലേ? സാധനം ഇത്തിരി രണ്ട് വെച്ച് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് 2-3 വേപ്പല അങ്ങനെ ഒന്ന് കയ്യിലൊന്നിട്ടൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുത്തു. കോളിഫ്ലവർ തോരൻ അവിടെ റെഡിയായി. അവിടെ മൂടി വെച്ചു, ചൂടാറട്ടെ, ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈസി ആയിട്ട് ഇനി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ പച്ചടി. അതിന് അടുപ്പൊന്നും വേണ്ട, ഈ മേശ വെച്ചിട്ട് പുതുമയുള്ളതൊന്നല്ല, എന്നാലും വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റാവുന്ന എല്ലാവരും ചെയ്യണുണ്ടാവും. എന്നാലും
അറിയാത്തവരുണ്ടെങ്കിൽ എന്നെ പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാങ്ങയാണ്. അത് നമ്മുടെ മറ്റേ ചീകണ സാധനത്തുമ്പോ ഒരക്കണ സാധനത്തുമ്പോ ഒരച്ചെടുത്തതാണ്. ഇച്ചിരി ഇങ്ങനെ വാടിയ മാങ്ങയാണെന്ന് കിട്ടിയേക്കണത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ചതഞ്ഞ പോലെ വന്നേക്കണം. അപ്പൊ നമ്മള് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു കിടക്കും ഇങ്ങനെ. അപ്പൊ മാങ്ങ നല്ല പച്ച മാങ്ങയാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോ നല്ല പൊടി പൊടിയായിട്ട് കിടക്കും. ഇത് ഈ അരിഞ്ഞ മാങ്ങയെന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് അതും പച്ചമുളകും കൂടിയിട്ട് അരച്ചെടുത്തതാണ്. ഇതിപ്പോ കൂടുതൽ അരിഞ്ഞു വന്നാലും അരച്ചെടുക്കുക വെച്ചാൽ പച്ചമുളക് കടിക്കണ്ടെന്നുള്ളത് കൊണ്ടാണ്. നല്ല എരിവുള്ള കാന്താരിമുളകാണ് ശരിക്കും ഇതിലേക്ക് അരിഞ്ഞിടാണ് വേണ്ടത്. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിടണം. പക്ഷെ ഇവിടെ സൈമൺ ചേട്ടന് മുളക് കടിച്ച ചേച്ചിന് ചീത്ത പറയും. അത് കാരണം കൊണ്ട് കടിക്കാണ്ടിരിക്കാൻ വേണ്ടി അരച്ച് ചേർക്കാണ്. കുറച്ചായിട്ട് അരയാൻ ബുദ്ധിമുട്ടായ കാരണം മാങ്ങ കൂടി കുറച്ചിട്ടിട്ട് ചേർക്കും. പിന്നെ ഇപ്പൊ മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ ഇതൊന്ന് പിഴിഞ്ഞ് കളയാം. അങ്ങനെയൊക്കെ അല്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത്. ചില മാങ്ങയ്ക്ക് ഭയങ്കര പുളിയാണ്. അപ്പൊ നമ്മൾ വായിൽ വെക്കുമ്പോ തന്നെ പുളി. അപ്പൊ ആ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. ഇനി അതിലേക്ക് ഇടുന്നത് പച്ചമുളക്, ചുവന്നുള്ളി തന്നെയാണ് വീണ്ടും ഇടേണ്ടത്. ചുമന്നുള്ളി ഇടേണ്ടത് ശരിക്കും ചുമന്നുള്ളിയാണ് ഇടേണ്ടത്. ഞാൻ വീണ്ടും സവോള തന്നെയാണ് ഇടുന്നത്. സവോള തന്നെയാണ് ഇടാറും സൗകര്യത്തിന്. നമ്മൾ കുറച്ചുണ്ടാക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ ചുമന്നുള്ളി കണ്ട ഇത്രക്ക് ചേർക്കേണ്ടി വരും. ഉപ്പിടുന്നു. ഒരു ചൊടിയുള്ള കറി അതിന്റെ കൂടെ ഒരു പപ്പടോ മീൻ വറുത്തതോ അത് മതി. അത് മതി. ഇതിന് വേറെ വലിയ പണിയൊന്നുമില്ല. ഇതൊക്കെ തന്നെ പണികളുള്ളൂ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പച്ച വേപ്പല എന്താ കിട്ടുന്നില്ലേ? എന്താ വല്ല മണടിക്കണ്ട ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട്. കറിവേപ്പില ഇടുന്നു. പിച്ച് നുറുക്കിടാം. അല്ല അങ്ങനെ കഴിഞ്ഞാ തേങ്ങാപ്പാൽ ഇതിങ്ങനെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആക്കാം. എരിവ് വേണം കേട്ടോ ഇതിനും. എന്നാല് ചൊടിയുണ്ടെങ്കിൽ അതിന് രസമുള്ളൂ. ഇവിടെ ഇച്ചിരി എരിവ് കുറവുള്ളതുകൊണ്ട് ഇതിപ്പോ എങ്ങനെയാന്ന് അറിയില്ല അവർ അരച്ച് വെച്ചേക്കണം. ഇവിടെ മൊത്തത്തിൽ എല്ലാത്തിലും എരിവ് കുറവാണ്. അല്ല അതാണ് നല്ലത് വയറിന്. ഞങ്ങളും അതെ എരിവ് കുറവാണ്. ഇതിലേക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ആദ്യത്തെ പാലാണത്. ഒന്നാം പാല് മാത്രം ചേർക്കുന്നു. ചേച്ചി ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. ഓർഡറിനൊന്നും കൊടുക്കാറില്ല. തേങ്ങാപ്പാൽ ഇങ്ങനെ ആക്കി ചിലപ്പോ കൊടുത്തൊക്കെ വിട്ടാ വീട്ടിൽ ഉപയോഗിക്കാം. വീട്ടില് ഒരു സ്ഥിരം പരിപാടിയാണ്. മാങ്ങയുള്ള സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്ഥിരം മാങ്ങ ഉണ്ടാവില്ല. പിന്നെ അപ്പച്ചനും അമ്മച്ചിയോടെ ഉള്ളപ്പോ അവർക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ മാങ്ങയുടെ പുളിയും പച്ചമുളകിന്റെ എരിവും കൂടി ആകുമ്പോ നല്ല ടേസ്റ്റ്. ചോറിലൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഉപ്പും കൂടി ആവാൻ തോന്നും. ഇത് ചൂടൊന്നും ഇല്ല. കൈ കാണിച്ചേ എന്താ വേണ്ടതെന്ന് നോക്കി. എന്നിട്ട് എരിവ് വേണം. നല്ല രസമുണ്ട്. എരിവ് വേണം. എരിവൊന്നും വേണ്ട. ഇത് മതിയോ? ഇവര് പറയാ എപ്പോഴും ഉണ്ടാക്കുമ്പോ മാന്തള് വറുത്തത് വേണം. അയ്യോ അതിന്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നാ മതി. ഒരു തമാശക്ക് പറയുന്നതാണ്. ചേച്ചിമാരാ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. മതി. ഇല്ല ഭയങ്കര ടേസ്റ്റ്. അത് വായിൽ വെള്ളം വരുന്നു. വായിൽ വെള്ളം വരെ കാണിക്കാനാ. ഈസി കറി എന്ന് പറഞ്ഞപ്പോ ഇത്ര ഈസിയാന്ന് വിചാരിച്ചില്ല അല്ലേ? അത്ര എളുപ്പം കഴിഞ്ഞു. പിന്നെ അത് വേണ്ടവർക്ക് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി കാച്ചിയോ അങ്ങനെയാ വേണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അതിലൊന്നും ചേർക്കാറില്ല. വെളിച്ചെണ്ണ ഈ പച്ചമുളക് ഇതൊന്ന് കഴിച്ചേക്ക് ചേട്ടാ. ഇതാ ഇത് സുഖമായിട്ട് ടേസ്റ്റ് ചെയ്യാം. ചൂടില്ലാത്ത കറി. അടുപ്പത്ത് വെക്കണ്ട. ഗ്യാസിന്റെ ആവശ്യമില്ല. ഞാൻ കുറച്ചും കൂടി കഴിക്കുന്നുണ്ട്. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. കണ്ട സൗണ്ട്. മാങ്ങയുടെയും കാണുന്നവരെയും വായിൽ വെള്ളം വരുന്ന ഉറപ്പാ.
കണ്ടാ സൗണ്ട് കപ്പലോടാനുള്ള വെള്ളം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വെള്ളം വന്നോണ്ടിരിക്കുക. നല്ല കറിയാ അത്. ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വെള്ളം വരണ വായില്? ഇത്ര സ്ഥലത്ത് നിന്ന് വെള്ളം വരുമോ? ഏത്? ഞാനിത് ഇത്തിരി കൂടി കഴിക്കുന്നുണ്ട്. ഇതാളുകൾക്ക് കൂട്ടാൻ വെക്കാൻ ഇത് വെച്ചാൽ മതി. ചോറിന് അടിപൊളിയാ. മാങ്ങ ഇടുന്ന സമയത്ത് മാങ്ങ എപ്പോഴും ഉണ്ട്. പനിയൊക്കെ വരില്ലേ, നല്ല ചൂടുള്ള കുത്തരി കഞ്ഞിയും. കുത്തിരി കഞ്ഞിരിക്കാണ്ട് നിങ്ങൾ കുറച്ചുകൊണ്ട് ഇടാ, ഇളക്കി മിക്സ് ചെയ്തിട്ട് എനിക്ക് കൊണ്ടുപോകണം. ജഗ്ഗുന് പനിയായിട്ട് വീട്ടിലിരിക്കണം. കൊണ്ടൊക്കെ ഞാനവന് ഫ്രൈഡ് അവനത് തിന്നു. ഭയങ്കര ഇഷ്ടം. ന്യൂഡിൽസ് ഞാൻ ഇവിടെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കൊടുത്തോന്ന് ചോദിച്ചത്. അവൻ കഴിക്കും. അല്ല പനി ആയതുകൊണ്ട്. പനിയായതുകൊണ്ട്. അപ്പൊ ഇനി ഇതാക്കട്ടെ, എടുക്കട്ടെ. മതിയാവില്ല. ഇനി അത് ടേസ്റ്റ് ചെയ്തൊക്കെ അത് ചൂടാറിയിട്ടുണ്ടാവും. നമ്മുടെ കോളിഫ്ലവർ തോരൻ. അതെല്ലാരും കോളിഫ്ലവർ ആണെന്ന് പറയില്ല സാധനം. ഞാനന്ന് ക്യാരറ്റാന്ന് വിചാരിച്ചു. എല്ലാവരുടെയും കമന്റിൽ ചോദിച്ചേക്കണ ഒരു സാധനമാണിത്. അപ്പൊ ഇതാണ് ഞങ്ങള് ചെയ്തേക്കണെന്ന്. നല്ല രസല്ലേ? പരിപ്പ് കടിക്കുമ്പോ രസമുണ്ട്. എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവ് കൂടുതലല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതും വെച്ചോ? അതെ. എരിവ് കൂടുതലില്ലേ? ഇല്ലേ, നേരത്തെ എരിവ് കൂടുതലും പറഞ്ഞോണ്ട് അതിങ്ങനെ ഇരുന്നപ്പോ സെറ്റായി. അപ്പൊ 2 ഈസി കറികൾ 5 മിനിറ്റ് മതി വെക്കാനായിട്ട്. അപ്പൊ അടിപൊളി സാധനം ഇത്. അപ്പൊ നിങ്ങളിത് വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പൊ നമുക്ക് നിർത്താം. അല്ല, പിന്നില് കുഴി ഉണ്ടെന്ന് പറഞ്ഞാൽ നിതിൻ കുഴിയിലേക്ക്